ഡോക്ടർ അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ ഇതിപ്പം എന്നുവെച്ചാൽ ഒരുപാട് പേര് നമ്മള് മക്കള് അച്ഛനെയും അമ്മേനെയും നോക്കാത്ത ആ ഒരു വിഭാഗം മക്കളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കാരണം അങ്ങനെ എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം എന്താ പറയാ, ഒരുപാട് മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി പിന്നെ അസുഖമൊക്കെ വരുന്ന സമയത്ത് വരുന്ന സമയത്തും അതിനു മുന്നേയും ഒക്കെ തന്നെ അവരൊരു ബാധ്യത പോലെയായിട്ട് അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. നല്ല ഒത്തിരി സ്നേഹമൊക്കെ ഉള്ള മക്കൾ തന്നെ. പക്ഷെ അവരെ അച്ഛനും അമ്മയും അവസാനം കിടന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ചിലർക്ക് പിന്നെ വെന്റിലേറ്ററിലാവുക, പിന്നെ ചിലപ്പം എന്താ പറയാ തളർന്ന ഒരു ഒരു കോമ സ്റ്റേജിൽ കിടന്നിട്ടും തിരിച്ച് ജീവൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം എന്താ പറയാ, ഇങ്ങനെ നിന്നിട്ട് അവര് സങ്കടപ്പെടാനല്ലാതെ സാമ്പത്തികവും കടം വാങ്ങിയിട്ടും ഒക്കെ ആയിരിക്കും നോക്കുന്നത്. എന്നിട്ടും ഹോസ്പിറ്റലിലെ പൈസ അടയ്ക്കാൻ പറ്റാതെ വരിക. ഓ, ആ ഒരു അവസ്ഥയ്ക്ക് മുന്നേ ഇപ്പം ഞാനിപ്പോ എന്റെ കാര്യം വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയല്ല, നമ്മളെ തന്നെ ഇതായിട്ട് പറയാനുള്ളത് സാർ. ഇങ്ങനെ നമുക്കൊരു വയ്യായിക വന്ന് നമ്മൾ കിടന്ന് പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷെ നല്ലൊരു തീരുമാനമായിരിക്കില്ല. കാരണം അപ്പം നമ്മൾ കൂടെ നിൽക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ പറയാം. അതിന് മുന്നേ നമ്മളൊരു ആരോഗ്യമൊക്കെ ബുദ്ധിമുട്ടാവുന്നതിനേക്കാളും മുന്നേ നമ്മൾ പറയാണ്, ഞാനിങ്ങനെ കിടന്നു പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവൻ അത് എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ അല്ലേ സാറേ? അങ്ങനൊരു നിയമം അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും അത് ചെയ്യാവുന്നതാണല്ലോ അല്ലെ, പാലിക്കാവുന്ന. അപ്പൊ അതിനെക്കുറിച്ച് ഇത് എപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വില്ല് എഴുതി എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ എല്ലാ സെൻസ് കൊണ്ടും ഞാൻ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കണം എഴുതേണ്ടത്. ഇപ്പം ഈ അടുത്ത് മരിച്ച ഒരു പ്രഗത്ഭനാണ് MT വാസുദേവൻ നായർ. തീർച്ചയായിട്ടും അദ്ദേഹം എഴുതി വെച്ചിരുന്നു, എൻ്റെ ബോഡി പ്രദർശനത്തിന് പൊതുദർശനത്തിന് വെക്കരുത്. അത് നടപ്പാക്കില്ല. അതുപോലെ എത്രയോ മഹത് വ്യക്തികൾ ഇപ്പം അടുത്ത് മരിച്ച ആൾക്കാർ വരെ അവരുടെ ബോഡി മെഡിക്കൽ കോളേജുകൾക്കും മറ്റൊന്നും കൊടുത്തു. അതൊക്കെ അവർ നേരത്തെ തന്നെ എഴുതി വെച്ചാണ്. അവർ ഓർഗൻ കൊടുക്കാൻ വേണ്ടിയിട്ടും വേറെ ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നേരത്തെ എഴുതി വെക്കുന്നത്. അത് നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോഴായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു സിക്കായി കിടക്കുന്ന സമയത്ത് ഞാൻ അസുഖമായിട്ട് കിടക്കാമെന്ന് വെച്ചോളൂ, വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ്. എൻ്റെ മക്കളും എൻ്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ അവർ ഭയങ്കര വിഷമിക്കുകയും സാമ്പത്തികമായിക്കോട്ടെ മറ്റു തരത്തിൽ അവർക്ക് അറ്റൻഷൻ തരാനൊക്കെ വിഷമിക്കുന്നത് ഞാനിങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് ആ സമയത്ത് ഞാനും തന്നെ കൗണ്ട് ഡൗൺ ആണ്. ആ സമയത്ത് ചിലപ്പോൾ എന്നോട് പക്ഷേ ഞാൻ മന്ത്രിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി, നിങ്ങൾ ഇനി വെറുതെ ചെയ്യേണ്ട എന്നൊക്കെ പറയും. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അങ്ങനെ സിക്കായി കിടക്കുമ്പോൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ അസുഖമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നാളെ എന്തെങ്കിലും ഒരു അസുഖം, ഒരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നു, ഞാൻ മരിച്ചിട്ടുമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ മൊബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു, ഞാൻ ഇതുവരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരുന്നതിനൊക്കെ ഉണ്ടാവുന്നത്, സ്വാഭാവികമായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിന് റിക്കവറിയൊക്കെ കയറി വരിക. ആ സ്റ്റേജിനെ ഓവർകം ചെയ്യാൻ വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ആ സമയത്ത് നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുടെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്താണോ പ്രൊഫഷണൽ ആളുകളെ എത്തിച്ച് കൊടുക്കുക, നമ്മളെ സപ്പോർട്ടൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷേ നിങ്ങളൊക്കെ വിഷമം കാണാണ്, നിങ്ങളെ മുഖത്തൊക്കെ വിഷമം കാണാണ്, എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്കത് മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അല്ലാത്ത പക്ഷേ എനിക്കിപ്പോൾ തിരിച്ചു വരണം എന്നുണ്ടാവുക. അതേസമയം വളരെ ഏജായിട്ട് സിക്കായിട്ട് അങ്ങനെ പോകുന്ന വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് സ്ഥിരം പറയുന്ന ഒരു ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ കുടുംബങ്ങളിൽ തന്നെ പലപ്പോഴും ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം അവർക്ക് വായിലൂടെ ഇറക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഹിക്കഫ് വരും, ഭയങ്കര എന്നിട്ട് ഛർദ്ദിക്കാൻ വരും, കഴിക്കാൻ പറ്റുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ മെഡിക്കൽ സയൻസിൽ അഡ്വൈസ് ചെയ്യുക റയൽസ് ട്യൂബ് ഇടാനാണ് പറയുക, മൂക്കിലൂടെ കൊല്ലിടാൻ. എന്നാലും മെഡിസിൻ ഉള്ളിലേക്ക് എത്തും. അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനങ്ങനെ കഷ്ടപ്പെടുത്തണോ? അപ്പോൾ അത് കഷ്ടപ്പെടുത്തല്ല ശരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ആ ബോഡിയിലേക്ക് മരുന്ന് എത്തിക്കഴിഞ്ഞാലായിരിക്കും അയാൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും പരിപാടിയിൽ നിന്നും റിക്കവറിയിലേക്ക് വരിക. ചിലപ്പോൾ കുറച്ച് കാലം കൂടി അയാൾക്ക് ലൈഫ് കിട്ടിയെന്ന് വരും. തീർച്ചയായിട്ടും സാറേ, ആ സിറ്റുവേഷനൊക്കെ നേരിട്ട് കറക്റ്റ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ അല്ലെങ്കിൽ അതേമാതിരി കലോറികളും പ്രോട്ടീനൊക്കെ ഉള്ള ഭക്ഷണം ചെല്ലണം എന്നുണ്ടെങ്കിൽ വായിലൂടെ ഇറക്കാൻ പറ്റുന്നില്ല. 2 ടീസ്പൂൺ വെള്ളം കൊടുത്താൽ എന്ത് ചെയ്യും, അടുത്ത ദിവസം തന്നെ അയാൾ ശോഷിച്ച് അയാളങ്ങ് ഇല്ലാതായിക്കും. അപ്പോൾ അതിന് നമ്മൾ ചാൻസ് കൊടുക്കാറില്ല, അർത്ഥമില്ല. അതുപോലെ മൂത്രം പോകാത്ത വരുമ്പോൾ അത് പിന്നെ പലപ്പോഴായിട്ട് പോവുക,
അതറിയാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്താവും, ഇൻഫെക്ഷൻ അടിച്ചിട്ട് മുറിയാവലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മളെന്ത് പറയുന്നത്, കത്തീറ്റർ ഇടാൻ പറയുന്നത്. കത്തീറ്റർ ഇടുന്നത് അപ്പോൾ അതിനൊരു വേദനിപ്പിക്കുന്ന പ്രൊസീജിയറായിട്ട് മാറണ്ട. ആ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ചില പെയിൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അറിയാൻ കൂടിയില്ല. മനസ്സിലല്ലേ? പിന്നെ അത് യൂറിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളെ കൺട്രോളില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കൺട്രോളില്ല. ആ കൺട്രോൾ ഇല്ലാത്തപ്പോൾ മൂത്രം പലപ്പോഴായിട്ട് പോകും. അത് പോകുന്നത് നോക്കി നിന്നുകൊണ്ട് അപ്പം തന്നെ കറക്റ്റ് തുറക്കാൻ കഴിയുന്ന ആൾക്കാരടുത്തുണ്ടാണോ? ഇല്ലെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അവസാനത്ത് നമ്മൾ നോക്കുമ്പോഴാണ് കാണുന്നത് മൂത്രത്തിലാണ് കിടക്കുന്നത്. ആ കിടക്കുമ്പോൾ തന്നെ പിന്നെ ഇൻഫെക്ഷൻ വരികയാണ്, തൊലിക്കും മറ്റൊക്കെ ബെഡ് സോറുകളും മറ്റൊക്കെ വരികയാണ്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന സംഭവമാക്കി അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല. പല കുടുംബങ്ങളിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമാവും. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇൻഫെക്ഷൻ അടിച്ച് മുറിവും പരിപാടിയും പറ്റി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ആ മരിക്കുകയാണെങ്കിലും മരിക്കുന്നതിന് സ്മൂത്തായിട്ട് പോകാനുള്ള അനുവാദം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ ഈ വെന്റിലേറ്ററിൻ്റെ കാര്യങ്ങൾ പലരും ചോദിക്കുന്നതാണ്. വെന്റിലേറ്ററിലിട്ടിട്ട് ചിലപ്പോൾ വെറുതെ എടുത്തു കഴിഞ്ഞാൽ ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ ലൈഫ് പോയിട്ടുണ്ടാവും. വെറുതെ ഓൾറെഡി ഇന്നലെ മരിച്ചിട്ടുണ്ട്, പിന്നെ ഇന്നലെ വെന്റിലേറ്റർ ഇട്ടാണ്. ഇതൊക്കെ ചില രംഗങ്ങളിൽ ചില ഹോസ്പിറ്റൽസിലൊക്കെ നടക്കുന്നുണ്ടാവും. എല്ലാവരും ശരിയാണെന്നൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവരും ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇതിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാനൊക്കെ എൻ്റെ PG പഠനത്തിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്കറിയാം പല കേസുകളും വെന്റിലേറ്ററിലൊക്കെ ഇട്ട കേസുകൾ അത് നെക്സ്റ്റ് ഡേ 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ സ്ലോലി റെഡ്യൂസ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് നോർമാലിറ്റിയിലേക്ക് വന്നെത്ര കേസുകളുണ്ട്. അപ്പോൾ എല്ലാം ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല. ഇന്ന് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാ വേദിയിലും എല്ലാ ഫീൽഡിലും എല്ലാത്തിലും പ്ലസും മൈനസും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കേസുകളുണ്ട്. അത് വെച്ചാൽ എല്ലാം നമ്മൾ അങ്ങനെ കാണുമ്പോൾ പബ്ലിക് ആ തരത്തിലെടുക്കും. എല്ലാ വെന്റിലേറ്റർ കേസുകളും വെറുതെ ഇടുകയാണെന്ന് പറയാൻ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ചില കേസുകളുണ്ടാവും. പിന്നെ ചില കേസ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന കേസുകളുണ്ട്. ഇത് അധികം നിൽക്കില്ല, കുറച്ചാലും കൂടി. അപ്പോൾ ഒക്കെ അവരെ സാമ്പത്തിക ഭദ്രത കൂടി കണക്കാക്കിക്കൊണ്ട് നമ്മൾ കടമായിരുന്നില്ലെങ്കിലും ഒരു സ്മൂത്തായിട്ട് പോകാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ മരിക്കാൻ പോവാണ്, ക്യാൻസറാണ്, അതിപ്പോൾ എന്തായാലും ഉറപ്പാണ്, മരണം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഡോക്ടർമാരും തള്ളി, എല്ലാവരും പറഞ്ഞൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ അധികമൊന്നും വേണ്ട, ഇനി കൊടുക്കണ്ട, ഇനി ഭക്ഷണം കഴിക്കില്ലെങ്കിൽ വേണ്ട, ഇനി വേറെ എന്തെങ്കിലും മുറിവായാലും അപ്പോൾ അതൊക്കെ അതിന് മരുന്നങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ചിലപ്പോൾ ഒരു ക്യാൻസർ ആണെങ്കിലും ഇനി മെഡിക്കൽ സയൻസ് തള്ളപ്പെട്ട കേസാണെങ്കിലും എത്രയോ വർഷങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് അയച്ച കേസുകളും വീണ്ടും വീട്ടിൽ വന്നിട്ട് ജീവിച്ച കേസുകളൊക്കെ എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ചടിപ്പെണ്ടുമായിരുന്നു ഒരു ഡോക്ടർക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ പറയുന്നത് ഇപ്പം എന്താണ്, നമ്മളെ മുന്നിൽ വന്നിട്ടുള്ള എവിഡൻസ് ബേസ് ചെയ്തിട്ട് കുറേ ആളുകൾ വന്നു പോയതും അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളും ജേർണൽസും ഒക്കെ വായിച്ചിട്ടുള്ള അറിവ് പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള അസുഖക്കാർ 90% ഇതില്ലെങ്കിൽ ഡെത്താവാണ് സാധ്യത, 10% മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അഡമൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1% ആണ് വിട്ടെങ്കിൽ ആ 1%ലാണ് നമ്മളിപ്പോൾ കിടക്കണമെങ്കിലോ. മനസ്സിലായില്ല? അപ്പോൾ അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഇത്തരം വില്ലുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവർ നോർമൽ ലൈഫിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും മനസ്സിലാക്കിയിട്ട് പ്ലസും മൈനസും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്താൻ. ഈവൺ ഇപ്പോൾ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വരും കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ. അതായത് ഹസ്ബൻഡ് വൈഫ്, അതായത് നിങ്ങളും നിങ്ങളെ ഭർത്താവും രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണോ ഒരു കുട്ടീനെ എടുക്കാൻ തയ്യാറായിരിക്കുന്നത്. നിങ്ങളെ കുട്ടിയല്ല, വേറെ ഓർഫനെ ഇവിടുന്ന് എടുക്കുകയാണ്. ആ കുട്ടീൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ രണ്ടുപേരും സ്വമനസ്സാലെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇനി ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമേ ഇഷ്ടമുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ല, അയാളെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങുകയാണ്, അതൊക്കെ ഈ കുട്ടീൻ്റെ വളർച്ചയിൽ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്തി ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരെ രണ്ടുപേരും മെൻ്റൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയിട്ട് അത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് നമ്മൾ മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ എഗ്രി ചെയ്തിട്ട് മ്യൂച്വലി സൈൻ ചെയ്തിട്ട് ആ സർട്ടിഫിക്കേഷൻ കൂടി കൊടുത്തിട്ട് അവർ ഇതൊക്കെ പ്രൊസീജിയർ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ നോർമൽ മൈൻഡിൽ തന്നെയാണ് തീരുമാനം എടുത്തത്. നിങ്ങളാരും ഫോഴ്സ് ചെയ്തിട്ടില്ല, നിങ്ങളാരും ബലം പിടിച്ചിട്ട് ഇത് ചെയ്തോളുന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിർബന്ധ പ്രകാരമാണ് എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. വീട്ടിലെ അമ്മയാണ് നിങ്ങൾ, മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ ഒരു മനസ്സോടായി കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുമ്പോഴൊക്കെ കുട്ടീനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സ്വബോധത്തിലുണ്ടാവുമ്പോൾ അതിൻ്റെ ആളുകളെ വെച്ചിട്ട് വേണം ഇത്തരം വില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യരുത്. എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മളെ എഡ്യൂക്കേഷനും വിദ്യാഭ്യാസമൊക്കെ അനുസരിച്ച് നമുക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, ആർക്കും വേണ്ടിയിട്ടാവരുത്. പിന്നെ ഞാനിപ്പോൾ ഫാമിലികൾ തന്നെ ചിലപ്പോൾ പറയുമ്പോൾ രക്ഷിതാക്കളൊക്കെ അവിടെ കഷ്ടപ്പെട്ട് കുറേ സമ്പാദ്യങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടാവും.
പക്ഷേ മക്കളൊക്കെ വരുമ്പോൾ പിന്നെ ആ സമ്പാദ്യങ്ങൾ ഇല്ലാതായി പോവോ, അത് തീർന്നു പോവോ എന്ന് പേടിച്ച് ഇത് ട്രീറ്റ്മെൻറ്റിന് വരെ കൊടുക്കാൻ ഒരു മനസ്സ് പൂർണ്ണമായിട്ട് സമ്മതമില്ലാത്ത ആളുകളൊക്കെ. അതൊന്നും ഒരിക്കലും ശരിയല്ല. കാരണം അവരധ്വാനിച്ച പൈസ തന്നെയാണ്. ആ മാനസികാവസ്ഥയിൽ, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവർക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റിക്കോണമെന്നില്ല. അവർ പറയും ഇതൊന്നും വേണ്ട, ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നൊക്കെ പറയും. അത് പക്ഷെ നമ്മൾ ആ തരത്തിലെടുക്കാൻ പാടില്ല. അവരുണ്ടാക്കിയ പൈസ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇതാണ്. നമ്മളൊരിക്കലും അതിനെ നാളെ തന്നെ ആൾ ജീവിക്കില്ല, മരിച്ചു പോകുക അങ്ങനെയൊന്നും കണക്കാക്കാൻ പാടില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ദൈവം ഒരു ലൈഫ് കൊടുക്കുകയാണെങ്കിൽ അയാൾ ജീവിക്കും. അപ്പോൾ സർ, അപ്പൊ ഇത് ആദ്യമേ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഘട്ടത്തിൽ നിന്ന് അവർ തിരിച്ച് ലൈഫ് നമുക്കൊന്നും പറയാൻ പറ്റില്ല സാർ പറഞ്ഞ മാതിരി. പക്ഷെ അവരുടെ ഒരു സമ്മതം ഉണ്ടെങ്കിൽ ആദ്യമേ നോർമൽ അങ്ങനെ ചെയ്യാം. അത് അവർക്ക് എനിക്കിപ്പോൾ ഞാൻ ഹെൽത്ത് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ പേരൻസിനോടും എൻ്റെ വൈഫിനോടും കുട്ടികളോടൊക്കെ ഞാൻ പറയുകയാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്, എനിക്കെന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയാം. അത് അവർ കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഓക്കെ എഗ്രി, അത് ഒരു പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നില്ല. അതേസമയം ഞാൻ അസുഖത്തിലാവുമ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ നിങ്ങളെ മുഖഭാവം കണ്ടിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാന്നുള്ളവർക്കായിരിക്കും ഞാൻ ചിലപ്പോൾ എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരോട് ഫോൺ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ആ തരത്തിലൊന്നും അബ്നോർമൽ അല്ല. നിങ്ങളെല്ലാവരും പറയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുടുങ്ങി, നോക്കാൻ ആളില്ല, ഇരിക്കാൻ ആളില്ല, പൈസ ഞാൻ അപ്പുറത്ത് വാങ്ങി, കടം വാങ്ങി, എന്നാലും ഇയാളതൊന്നും മാറട്ടെ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കിടക്കുന്ന ആൾക്കും അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവില്ലേ? വേണ്ട മാതിരി എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരിക്കലും ഉണ്ടാക്കരുത്. നമ്മൾ ആ വ്യക്തിൻ്റെ മുമ്പിൽ നിന്നല്ല ചെയ്യേണ്ടത്. നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ അങ്ങോട്ട് വിളിക്കുന്നത് നമ്മുടെ കൺട്രോളല്ല. നമ്മൾ ഫിസിക്കലി ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റേതൊക്കെ സൃഷ്ടാവ് തന്നെയാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ വിശ്വസിക്കുക നമുക്ക് നിവൃത്തിയുള്ളൂ. അത് എപ്പോൾ കൊണ്ടുപോകും എന്നുള്ളതല്ല. എപ്പോൾ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വയസ്സ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ മരിക്കുന്നത്. എത്ര ആളുകൾ മരിക്കുന്നു, എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മരിക്കുന്നു. ഒന്നും അസുഖമൊന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കൂലേ? നമ്മളിപ്പോൾ അങ്ങോട്ടും പോകുമ്പോൾ റോട്ടിലൂടെ ഇറങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, ഞാനാണോ നിങ്ങളാണോ അടുത്ത നിമിഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാൻ പറ്റില്ല. ആയോടത്തോളമായി ഉള്ളത് നിലയിലേക്ക് ജീവിക്കുക, ആരെയും എതിർപ്പില്ല. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പം നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പം അത് മറ്റുള്ളവർക്കൊന്നും ഒരു പ്രയാസമുള്ള കാര്യങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഇത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാത്തവരാണ് നമ്മളെല്ലാവരും. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ, അതുപോലെ പാരൻസിനെ ആണെങ്കിലും അവർ നമ്മളെ നോക്കി അത്ര, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരെ നോക്കാനുള്ളൊരു സമയം കുറവായിരിക്കും. അപ്പം അത്ര പറ്റുന്നത് നന്നായിട്ട് നോക്കുക, അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ ഒരു ബിൽ ആദ്യമേ എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ എൻ്റെ ജീവൻ നിങ്ങൾക്ക് എടുക്കാം, ആ ഒരു രീതിയിൽ അവരുടെ സമ്മതപത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതാണെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഇനിയും ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.